ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത സീസണിലേക്ക് ടീമിനെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് FC ബാഴ്സലോണയുള്ളത്. നല്ല ഒരു സെൻറ്റർ ഫോർവേഡിനെ അവർക്ക് ആവശ്യമുണ്ട്. കൂടാതെ പ്രതിരോധത്തിലും കൂടുതൽ താരങ്ങളെ എത്തിക്കാൻ അവർക്ക് പ്ലാനുകൾ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 1-2 അപ്ഡേറ്റുകൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് വരുന്ന സമ്മറിൽ മികച്ച ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരാൻ തന്നെയാണ് ഇപ്പോൾ FC ബാഴ്സലോണയുടെ തീരുമാനം. മാത്രമല്ല റോബർട്ട് ലെവൻഡോസ്കിയെ നിലനിർത്താനും അവരിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ചെറിയ സാലറിക്ക് ലെവൻഡോസ്കിയെ നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കൂടാതെ നല്ല ഒരു സെൻട്രൽ ഫോർവേഡിനെ സൈൻ ചെയ്യും. മിക്കവാറും അത് ഹൂലിയൻ ആൽവറസ് ആയിരിക്കും. ഹൂലിയൻ ആൽവറസിനെ കിട്ടിയില്ലെങ്കിൽ മറ്റു പല താരങ്ങളെയും FC ബാഴ്സലോണ ഇപ്പോൾ കണ്ടുവച്ചിട്ടുണ്ട്. അതേസമയം 3 സ്ട്രൈക്കർമാരെ ടീമിനകത്ത് ഉൾപ്പെടുത്താൻ ഇപ്പോൾ ബാഴ്സലോണ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സമ്മറിൽ ഫെറാൻ ടോറസിനെ വിറ്റേക്കും എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. പ്രമുഖ കാറ്റലൻ മാധ്യമമായ സ്പോർട്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ടോറസിനെ വിൽക്കും, ലെവൻഡോസ്കി തുടരും, പുതിയ ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരും, അങ്ങനെയാണ് പ്ലാനുകൾ. അതോടൊപ്പം മറ്റൊരു താരം അത് അലസാൻഡ്രോ ബാസ്റ്റോണിയാണ്. ഇന്റർ മിലാന് വേണ്ടി കളിക്കുന്ന ഇറ്റാലിയൻ സെന്റർ ബാക്ക് ആണ് ബാസ്റ്റോണി. അദ്ദേഹം ഇപ്പോൾ FC ബാഴ്സലോണയിലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാഴ്സയിലേക്ക് വരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ബാഴ്സക്ക് അദ്ദേഹം ഗ്രീൻ ലൈറ്റ് നൽകി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ മാർക്ക ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ക്ലബ്ബുകൾ തമ്മിലാണ് ചർച്ചകൾ നടത്തേണ്ടത്. ഇന്റർ മിലാനും FC ബാഴ്സലോണയും തമ്മിൽ ഒരു അഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സെന്റർ ബാക്കിനെ കൊണ്ടുവരാൻ ഇപ്പോൾ FC ബാഴ്സലോണയ്ക്ക് സാധിക്കും എന്നുള്ളതാണ്. ബാസ്റ്റോണിക്ക് നിലവിൽ FC ബാഴ്സലോണയിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ കാണാം.